പെഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകര സംഘത്തിലെ 3 പേരെ സുരക്ഷാസേന അതിസാഹസികമായി വധിച്ചു. ജമ്മു കശ്മീരിൽ സുരക്ഷാസേന 3 ഭീകരവാദികളെ ഏറ്റുമുട്ടലിൽ കൂടി വധിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ച ആഷിഖ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ആസിഫിന് പുറമെ അമീർ നസീർ വാണി, യവാർ ഭട്ട് എന്നിവരെയാണ് സുരക്ഷാസേന വധിച്ചത്. ആസിഫിന്റെ വീട് നേരത്തെ അധികൃതർ തകർത്തിരുന്നു. ആസിഫ് ഷെയ്ഖ് ഭീകരവാദികൾക്ക് സഹായം നൽകുകയും ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികൾ അവകാശപ്പെടുന്നത്. പുൽവാമയിലെ നാദേർ, ത്രാൽ വില്ലേജുകളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് 3 ഭീകരവാദികളെയും സുരക്ഷാസേന വധിച്ചത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും CRPFും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഭീകരവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 3 ലഷ്കർ ഭീകരരെ സുരക്ഷാസേന ഷോപ്പിയാനിൽ വെച്ച് വധിച്ചിരുന്നു. 48 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രദേശത്ത് സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 3 ഭീകരരിൽ 2 പേർ ഷോപ്പിയാനിലെ താമസക്കാരായ ഷാഹിദ് കുട്ടായി, അദ്നാൽ ഷാഫി എന്നിവരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. 2023 ലഷ്കറിൽ ചേർന്ന ഷാഹിദിന് നിരവധി അക്രമ സംഭവങ്ങളിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഷോപ്പിയാനിലെ ഹീർപോരയിൽ BJP സർപഞ്ചിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾക്ക് പങ്കുണ്ട്. അദ്നാൽ ഷാഫി കഴിഞ്ഞ വർഷമാണ് ലഷ്കറിൽ ചേർന്നത്. ഷോപ്പിയാനിലെ വാച്ചിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലും ഇയാൾക്ക് പ്രധാന പങ്കുണ്ട്. കൊല്ലപ്പെട്ട മൂന്നാമനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല. ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു. പെഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെയുള്ള നടപടി സൈന്യം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തു നിന്ന് ഭീകരതയെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കാനുള്ള നീക്കമാണ് സൈന്യം സ്വീകരിച്ചു വരുന്നത്. പെഹൽഗാം സംഭവത്തോടെ കശ്മീരിലെ ജനങ്ങൾക്ക് ഭീകരരോടും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോടുമുള്ള എതിർപ്പ് കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുമെന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കൊല്ലപ്പെട്ട ഭീകരർ ഒളിച്ചിരിക്കുന്ന ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കശ്മീരിലെ പുൽവാമയിൽ നടന്ന ഏറ്റുമുട്ടലിനിടെ പകർത്തിയ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഷോപ്പിയാൻ ജില്ലയിലെ ഷോക്കൽ കെല്ലർ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ കെല്ലർ എന്ന സൈനിക നടപടിയിൽ 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെയാണ് വധിച്ചത്. ഓപ്പറേഷൻ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആരംഭിച്ചിരുന്നത്. ജമ്മു കശ്മീർ പോലീസും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും ചേർന്നുള്ള സംയുക്ത സംഘം ഷോപ്പിയാനിലെ അൽ ഷിപ്പോരെ, ശുക്രു വനപ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ ശക്തമായ വെടിയുതിർത്തു. സേനയുടൻ ശക്തമായി തിരിച്ചടിച്ച ഭീകരരെ വധിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട 3 ഭീകരരിൽ അദ്നാൻ, ഷഫി, ദാർ, ഷാഹിദ് കുട്ടായി എന്നിവരുമുണ്ടായിരുന്നു. ഷോപ്പിയാനിലെ ചോട്ടിപ്പോര, ഹീർപോര സ്വദേശികളായ ഷാഹിദ് ലഷ്കർ ഇ തോയ്ബയുടെ A കാറ്റഗറി ഭീകരനും ദ റെസിഡൻസ് ഫ്രണ്ടിന്റെ കശ്മീർ മേധാവിയുമായിരുന്നു. 2023 മാർച്ച് 8 ഭീകര സംഘടനയിൽ ചേർന്ന ഇയാൾ 2024 ഏപ്രിൽ 8 ഡാനിഷ് റിസോർട്ടിൽ 2 ജർമ്മൻ വിനോദസഞ്ചാരികളെയും ഒരു ഡ്രൈവറെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.